ഇന്നത്തേത് നല്ല ചൂട് ചപ്പാത്തിക്കും ചോറിന്റെയും ഒക്കെ കൂടെ ബെസ്റ്റ് സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റാവുന്ന ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ടുള്ള ആലു പാലക്കിന്റെ റെസിപ്പി ആയിട്ടോ ഷെയർ ചെയ്യുന്നത്. കണ്ടതാ ഇതേപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് ഇരിക്കുന്ന ഒരു റെസിപ്പിയാണ്. പാലക്കൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മുടെ ചീര റെസിപ്പിയൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയും കൂടിയാണ്. അതാ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മെയിനായിട്ട് വേണ്ടത് നമ്മുടെ പാലക്ക് തന്നെയാണ്. ഞാൻ എന്താ നമ്മുടെ ചീരയൊക്കെ ഒരു കെട്ടെടുക്കില്ലേ, അതേപോലെ തന്നെ ഒരു ചെറിയൊരു കെട്ട് പാലക്കാട്ടോ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ കഴുകി ഇതേപോലെ ചീരയൊക്കെ അരിക്കുന്നത് പോലെ തന്നെ നമുക്കൊന്നിങ്ങോട്ട് അരിഞ്ഞെടുക്കാം. ഒരുപാട് വലുതുമൊന്നുമല്ല, എന്നാൽ തീരെ ചെറുതും അല്ലാത്ത ഈ ഒരു രീതിക്കാണ്. നമ്മൾ സാധാരണ ചീരയൊക്കെ അരിയുന്ന അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ പാലക്കും അരിഞ്ഞെടുത്തിരിക്കുന്നത്. കണ്ടതാ ഇതേപോലെ ഇപ്പോൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഇതാ പാൻ ചൂടായിട്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റിഫൈൻഡ് ഓയിൽ ചേർത്താലും മതി. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും അതേപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇതാ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണമൊക്കെ മാറി വരുമ്പോഴാണ് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. സവാള ഒരുപാടൊന്നും വേണ്ട, അതാ ഇതേപോലെ ഒരേ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തത് മാത്രം മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണമൊക്കെ ശരിക്കും ഒന്നുകൂടെ മാറി നല്ലോണം ഒന്നുകൂടെ വഴന്ന് വരണം. അതിനുശേഷം വേണം ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാനായി. എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഒരുപാട് അങ്ങോട്ട് വഴന്ന് ശരിക്കും ഗോൾഡൻ കളറൊന്നും ആവണ്ട, അതാ ഇതേപോലെ പതുക്കെ ഒന്നുകൂടെ വാടി വന്നാൽ മാത്രം മതി. ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തതും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അങ്ങോട്ട് മൂടി വെക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പകുതി വേവായി വരണം. അപ്പോൾ ഉപ്പ് ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി പാലക്ക് ചേർത്തതിന് ശേഷം ബാക്കി ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇതേപോലെ തട്ടിപ്പൊത്തി വെച്ച് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ. ഞാനിതാ ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ബാക്കി മസാലകളൊക്കെയും ചേർത്ത് കൊടുക്കാം. മസാലകളായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ എരിവിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയായിട്ട് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ എരിവ് കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശരിക്കും ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് മൂടി വയ്ക്കാം. അങ്ങനെ ഉരുളക്കിഴങ്ങും മസാലയും എല്ലാം ആയിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ പതുക്കെ ഒന്നും കൂടെ വാടി നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴാണ് ഇതിനകത്തേക്ക് പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് മാത്രം നമ്മുടെ പാലൊക്കെ ചേർത്തിരുന്നാൽ മതി. കാരണം പാലക്കിൽ നിന്നാണെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വരികയും ചെയ്യും, പെട്ടെന്ന് തന്നെ വെന്ത് വരികയും ചെയ്യും പാലക്ക്. അതുകൊണ്ടാണ് പഴുത്ത തക്കാളി ആയതുകൊണ്ട് പെട്ടെന്ന് ഒന്നും കൂടെ വാടി വന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ പാലക്കും അതേപോലെ തന്നെ ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതാ പാലക്കൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ചീരയൊക്കെ അങ്ങോട്ട് വാടി വന്നതുപോലെ നമ്മുടെ പാലക്കും വാടി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്നും കൂടി വെന്ത് വരട്ടെ. കണ്ടോ, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വെന്ത് വന്നോളും. നമ്മൾ ചീരയൊക്കെ വേവാനെടുക്കുന്ന അതേ സമയം തന്നെയാണ് പാലക്കും വേവാനെടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒരു തുള്ളി എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇതേപോലെ നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങും പാലക്കിന്ന് തന്നെ. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഗരം മസാലയും അതേപോലെ തന്നെ ഉപ്പൊക്കെ നോക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്നും ഇങ്ങോട്ട് തുറന്ന് വെച്ച് വേവിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ അങ്ങോട്ട് കുഴഞ്ഞിരിക്കും. ഇതേപോലെ തുറന്ന് വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വഴുവഴുപ്പൊന്നും ഇല്ലാതെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ആലു പാലക്കിന്റെ റെസിപ്പി. ട്രൈ ചെയ്ത് നോക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. മസാലയും എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. നല്ല ചൂട് ചപ്പാത്തിക്കും അതേപോലെ തന്നെ ചോറിൻ്റെ ഒക്കെ കൂടെ ബെസ്റ്റ് സൈഡ് ഡിഷ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.